എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിന്റെ ബാലകാണ്ഡത്തിലെ 22ാമത്തെ സർഗത്തില് 9 മുതൽ 16 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ശ്ലോകത്തിലെല്ലാം തന്നെ അനുഷ്ടുപ്പ് വൃത്തമാണുള്ളത്. അതില് നമ്മൾ പറഞ്ഞു നിർത്തിയത് വിശ്വാമിത്രന്റെ കൂടെ ബാലകന്മാരെ രണ്ടുപേരെയും ദശരഥൻ പറഞ്ഞയച്ചു. വിശ്വാമിത്രനെ അനുഗമിച്ചുകൊണ്ട് 2 ബാലകന്മാരും കാട്ടിലേക്ക് സിദ്ധ ആശ്രമത്തിലേക്ക് നടന്നുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ചില ഉപമകൾ കൊണ്ട് വർണ്ണിക്കുകയാണ് കവി ചെയ്തത്. അതോടൊപ്പം തന്നെ ഇനി അവരുടെ യാത്രയെ പറ്റിയിട്ടാണ് തുടർന്നുള്ള വർണ്ണനകളൊക്കെ വരുന്നത്. നമുക്ക് ആദ്യം 9ാമത്തെ ശ്ലോകം നോക്കാം. തദാ കുശികപുത്രം തു ധനുഷ്പാണി സ്വലംകൃതൗ ബദ്ധഗോധാങ്കുലിത്രാണൗ ഖഡ്ഗവന്തൗ മഹാദ്യുതി. 10ാമത്തെ ശ്ലോകം കൂടി പറയാം. കുമാരൗ ചാരുവപുഷൗ ഭ്രാതരൗ രാമലക്ഷ്മണൗ അനുയാതൗ ശ്രിയാദീപ്തൗ ശോഭയേതാമനിന്ദിതൗ. ആ 2 ബാലകന്മാരും എങ്ങനെയാണ് വിശ്വാമിത്രന്റെ കൂടെ പോയത് എന്നുള്ളത് ഒന്നുകൂടി പറയാണ്. തഥാ കുശികപുത്രം തു ധനുഷ്പാണി സ്വലംകൃതൗ തുടങ്ങിയിട്ടുള്ള വാക്കുകള്, അതായത് കുശികപുത്രനെ എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയൊക്കെ രാമലക്ഷ്മണന്മാരുടെ വിശേഷണങ്ങളായിട്ട് പറയാണ്. ആ 2 ബാലകന്മാരും രാമനും ലക്ഷ്മണനും അവരുടെ കൈകളിൽ ധനുഷ്പാണി, കൈകളിൽ വില്ലുണ്ടായിരുന്നു. അങ്ങനെ വില്ലോടുകൂടിയ കൈകളോടുകൂടിയവർ. സ്വലംകൃതൗ, നന്നായിട്ട് അലങ്കാരങ്ങൾ ധരിച്ചവർ. ബദ്ധ ഗോധാങ്കുലിത്രാണൗ, ഗോധാങ്കുലി, ഗോധ എന്ന് പറഞ്ഞാൽ ഉടുമ്പ് എന്നൊക്കെയാണ് അർത്ഥം. ഉടുമ്പിന്റെ തോലുകൊണ്ട് കയ്യുറകൾ ധരിച്ചവര്. ഇന്നത്തെ കാലത്തുള്ള കയ്യുറകളൊന്നും അന്നില്ലല്ലോ. യുദ്ധത്തിന് പോകുമ്പോൾ കയ്യും കാലും ഒക്കെ കയ്യുറകള് കാലുറകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് വലിയ ബൂട്ട്സ്, ഷൂസുകള്, മറ്റ് സാധനങ്ങളെ കൊണ്ട്, പ്ലാസ്റ്റിക് പോലെയുള്ള ഉപകരണങ്ങളെ കൊണ്ടുണ്ടാക്കിയ അല്ലെങ്കിൽ ഇരുമ്പ് പോലെയുള്ള ലോഹങ്ങളെ കൊണ്ടുണ്ടാക്കിയതായ കവചങ്ങള്, അത് ഇരുമ്പ് പോലെയുള്ള ലോഹങ്ങളെ കൊണ്ടുണ്ടാക്കിയ കവചങ്ങൾ അന്നും ഉണ്ടായിരുന്നു. അന്ന് ഈ മൃഗങ്ങളുടെ തോല് ഉപയോഗിച്ചിട്ടും കയ്യിനും കാലിനും ഒക്കെ കവചങ്ങള്, ഉറകൾ ഉണ്ടാക്കിയിരുന്നു. അതിന്റെ തെളിവാണ് ഇവിടെ പറഞ്ഞ ബദ്ധ ഗോധാങ്കുലിത്രാണൗ എന്ന് പറഞ്ഞത്. ഗോധ, ഉടുമ്പിന്റെ തോല്, ഉടുമ്പിന് ഭയങ്കര ശക്തിയാണ്. ഉടുമ്പിന്റെ തോലും വലിയൊരു കവചമാണ്. അതുകൊണ്ട് കൈകൾക്കും ശരീരത്തിനുമൊക്കെ സംരക്ഷണം കൊടുത്തുകൊണ്ടും. ഇവിടെ വ്യാഖ്യാനത്തിൽ പറയണത് ഉടുമ്പിൻ തോലുറ കൈപ്പടത്തിൽ ഇട്ടവരും എന്നാണ്. അപ്പോ കയ്യുറകളായിട്ട് തന്നെയാണ് ധരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കയ്യിൽ എന്ത് ആയുധമാണുള്ളത്? അമ്പും വില്ലുമുണ്ട് എന്ന് പറഞ്ഞു. അതോടൊപ്പം ഖഡ്ഗവന്തവും, 2 പേരും വാള് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അമ്പ് ആവനാഴിയിലാണ് കയ്യില്, ഒരു കയ്യില്, ഇടത്തെ കയ്യിലാവും മിക്കവാറും വില്ല് പിടിച്ചിട്ടുണ്ട്. ആവനാഴി 2 ഉണ്ട്, ഇടത്ത് ഭാഗത്തും വലത്ത് ഭാഗത്തും. അതിൽ നിറയെ അസ്ത്രങ്ങളുണ്ട്. വലത്തെ കയ്യില് വാളും പിടിച്ചിട്ടുണ്ട്. അങ്ങനെ മഹാദ്യുതിമാന്മാരായ, നന്നായി ശോഭിക്കുന്നവരായിട്ടുള്ള ആ 2 ബാലകന്മാര്, കുമാരവും ചാരുവപുഷവും, കുമാരന്മാര് 2 പേരും രാമനും ലക്ഷ്മണനും നല്ല സുന്ദരമായ ദൃഢമായ ഗാത്രത്തോടു കൂടിയവരും സഹോദരന്മാരുമായിട്ടുള്ള ഭ്രാതരവും രാമലക്ഷ്മണവും അനുയാതവും, അവര് 2 പേരും വിശ്വാമിത്രനെ അനുഗമിച്ചു. ശ്രിയാദീപ്തവും, ഐശ്വര്യ സമ്പൂർണന്മാരുമായ ആ 2 ബാലകന്മാര് ശോഭയേതാം അനിന്ദിതവും, ശോഭയേതാം എന്ന് പറഞ്ഞാൽ അവര് ശോഭിച്ചു എന്നർത്ഥം. അവര് 2 പേരും ദ്വിവചനത്തിലുള്ള പ്രയോഗമാണ്. ശോഭയേതാം അനിന്ദിതവും, ഒട്ടും നിന്ദിക്കപ്പെടാത്ത, യാതൊരു തരത്തിലും നിന്ദിക്കപ്പെടാൻ പറ്റാത്തതായ സൗന്ദര്യവും സൗകുമാര്യവും ഒക്കെ ഒത്തിണങ്ങിയവരായിട്ടുള്ള 2 ബാലകന്മാര് എന്നർത്ഥം. അവരങ്ങനെ പോകുന്നത് കണ്ടാൽ എന്താണ് തോന്നുക എന്നുള്ളതാണ് 11ാമത്തെ ശ്ലോകത്തിൽ പറയണത്. സ്ഥാണും ദേവമിവാചിന്യം കുമാരാവിവ പാവകീ അധ്യർദ്ധയോജനം ഗത്വാ സരയ്വാ ദക്ഷിണേ തടേ. സ്ഥാണും ദേവമിവാചിന്യം കുമാരാവിവ പാവകീ. സ്ഥാണുവിനെ, ശിവനെ എങ്ങനെയാണോ പാവകി, പാവകി എന്ന് പറഞ്ഞാല് സുബ്രഹ്മണ്യനാണ്, അഗ്നിയുടെ പുത്രനായിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ.
ശരവനത്തിൽ ജനിച്ചവനാണ്, കൃത്തികമാരാൽ വളർത്തപ്പെട്ടവനാണ്, കാർത്തികേയൻ എന്നുള്ള പേരുകളൊക്കെ അങ്ങനെയാണ് വരണത്. അങ്ങനെയുള്ള പാവകി എപ്രകാരമാണോ ശിവനെ അനുഗമിക്കുന്നത്, അതുപോലെ രണ്ട് പാവകിമാര്, രണ്ട് കുമാരന്മാര്, അതാണ് സ്ഥാണും ദേവമിവ അചിന്യം, അചിന്യം സ്ഥാണും ദേവം പാവകീ കുമാരാവിവ. ശിവനെ സ്കന്ദവിശാഖന്മാർ എപ്രകാരമാണോ അനുഗമിക്കുന്നത്, ശരിക്കും ഒരാളായിട്ടാണ്, സ്കന്ദൻ മാത്രം എന്നുള്ള രീതിയിലാണ് സുബ്രഹ്മണ്യനെ നമ്മൾ എവിടെയും കേട്ടിട്ടുള്ളൂ, കഥകളും അത്രേ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഇവിടെ ദ്വിവചനത്തിൽ പറഞ്ഞത് ശ്രീരാമനും ലക്ഷ്മണനും വിശ്വാമിത്രനെ അനുഗമിക്കുന്നത് കൊണ്ടാണ്. ഈ ബാലകന്മാര് രണ്ടുപേരുണ്ടല്ലോ, അപ്പോ അവര് വിശ്വാമിത്രനെ അനുഗമിക്കുന്നത് കണ്ടാൽ രണ്ട് കുമാരന്മാര്, അവരെ രണ്ടുപേരായിട്ട് പറയാണ്, സ്കന്ദനും വിശാഖനും, അവര് രണ്ടുപേരും സ്ഥാണുവിനെ, ശിവനെ അനുഗമിക്കുന്നത് പോലെ തോന്നിപ്പോകും. അതാണ് സ്ഥാണും ദേവമിവാചിന്യം കുമാരാവിവ പാവകി. അങ്ങനെ അവര് രണ്ടുപേരും നടന്നിട്ട് എവിടെത്തി? അധ്യർദ്ധയോജനം ഗത്വ, കുറച്ചു ദൂരം സഞ്ചരിച്ചിട്ട് സരയൂ നദിയുടെ തീരത്തെത്താണ്. അധ്യർദ്ധയോജനം ഗത്വാ സരയുവാ ദക്ഷിണേ തടേ, സരയൂ നദിയുടെ തെക്കേ തീരത്ത് ഏതാണ്ട് ഒരു 1.5 യോജന നടന്ന്, അധ്യർദ്ധം എന്ന് പറഞ്ഞാല് 1 യോജനയും പിന്നെ ഒരു 1/2 യോജനയും കൂടി നടന്നിട്ട് സരയൂ നദിയുടെ തെക്കേ തീരത്ത് എത്തിച്ചേർന്നു. അവിടെ എത്തിയപ്പോൾ വിശ്വാമിത്രൻ എന്താണ് ശ്രീരാമനോട് പറഞ്ഞത് എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. രാമേതി മധുരാം വാണീം വിശ്വാമിത്രോഭ്യഭാഷത ഗൃഹാണവത്സ സലിലം മാ ഭൂത്കാലസ്യ പര്യയ. വിശ്വാമിത്രൻ ശ്രീരാമനെ വിളിക്കുകയാണ്. രാമ ഇതി മധുരാം വാണീം വിശ്വാമിത്രോ അഭ്യഭാഷത. ഹേ രാമ, അല്ലയോ രാമ, വിളിക്കുകയാണ്. ശ്രീരാമനെ വിളിച്ചിട്ട് പറയാണ്, മധുരാം വാണിയും, വെറുതെ വിളിക്കുകയല്ല, വളരെ മധുരമായ വാത്സല്യത്തോടു കൂടിയ ശബ്ദത്തോടു കൂടിയിട്ട്, വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ശ്രീരാമനെ വിളിച്ചിട്ട് വിശ്വാമിത്രൻ ഇപ്രകാരം പറഞ്ഞു. വിശ്വാമിത്രോ അഭ്യഭാഷത. എന്താണ് വിശ്വാമിത്രൻ ശ്രീരാമനോട് പറഞ്ഞത്? ഗൃഹാണ വത്സ സലിലം മാ ഭൂത് കാലസ്യ പര്യയ. വത്സ, കുട്ടി അല്ലെങ്കിൽ ഉണ്ണി എന്നൊക്കെ പറയാം. എന്ത് ചെയ്യണം? ശ്രീരാമനോടും ലക്ഷ്മണനോടും കൂടിയാണ് പറയണത്. വേഗം തന്നെ സരയൂ നദിയിൽ നിന്ന് കുറച്ച് ജലം കയ്യിലെടുത്തോളൂ. അതാണ് ഗൃഹാണ സലിലം. മാ ഭൂത് കാലസ്യ പര്യയ. വൈകരുത്, കാലതാമസം വരരുത്, ഇപ്പോൾ തന്നെ ഒരു കുമ്പിളിൽ അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് കുറച്ച് വെള്ളം സരയൂ നദിയിൽ നിന്ന് എടുത്തോളൂ എന്ന് ശ്രീരാമനോടാണ് പറയണത്. അതന്നെ ലക്ഷ്മണനോടുമായിട്ട് മനസ്സിലാക്കണം. എന്നിട്ടോ അത് 13ാമത്തെ ശ്ലോകം നോക്കാം. മന്ത്രഗ്രാമം ഗൃഹാണത്വം ബലാമതിബലാം തഥാ ന ശ്രമോ ന ജ്വരോ വാതേ ന രൂപസ്യ വിപര്യയ. ഉടനെ തന്നെ വെള്ളം എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ആചമിച്ചിട്ട് നിൽക്കുമ്പോൾ അങ്ങേക്ക് ഒരു മന്ത്രസിദ്ധി ഉണ്ടാവും. അതാണ് പറയണത്. മന്ത്രഗ്രാമം ഗൃഹാണത്വം. അല്ലയോ രാമ, അതിനുശേഷം, ആചമിച്ചതിനു ശേഷം ഞാൻ നൽകുന്നതായ മന്ത്രഗ്രാമത്തെ, മന്ത്രഗ്രാമം എന്ന് പറഞ്ഞാൽ 1 2 ഒന്നല്ല, കുറച്ചധികം മന്ത്രങ്ങളുണ്ട്, അതിനെ സ്വീകരിച്ചാലും അവയുടെ പേരാണ് ബല, അതിബല എന്നിവ. അതൊരു കൂട്ടം മന്ത്രങ്ങളാണ്, കുറെ അധികം ചൊല്ലാനുണ്ട്. അത് ചൊല്ലി ബല, അതിബല എന്നീ പേരുള്ള 2 മന്ത്രങ്ങളെ സ്വാംശീകരിക്കൂ. അത് സ്വാംശീകരിച്ചാല്, അത് സാധകം ചെയ്താൽ എന്താണ് ഗുണമുള്ളത്? ന ശ്രമോ ന ജ്വരോ വാതേ ന രൂപസ്യ വിപര്യയ. ശ്രമം ഉണ്ടാവില്ല. ശ്രമം എന്ന് പറഞ്ഞാൽ ക്ഷീണം, ജ്വരം എന്ന് പറഞ്ഞാൽ പനി മുതലായിട്ടുള്ള അസുഖങ്ങള്, അതുപോലെ രൂപത്തിന് എന്തെങ്കിലും പാകപ്പിഴവുകള് ഉണ്ടാവില്ല, വൈരൂപ്യം ഉണ്ടാവില്ല, മുറിവുകള് ചതവുകള് ഒന്നും ഉണ്ടാവില്ല. അതാണ് ബല, അതിബല മന്ത്രങ്ങളുടെ പ്രത്യേകത. ആ മന്ത്രം സ്വീകരിച്ചാല് പിന്നെ അവിടെ ആ സ്വീകരിച്ച ആൾക്ക് ക്ഷീണങ്ങളൊന്നും വരില്ല, അസുഖങ്ങളൊന്നും വരില്ല. മാത്രല്ല അടുത്ത ശ്ലോകം 14ാമത്തെ ശ്ലോകം നോക്കാം. നച സുപ്തം പ്രമത്തം വാ ദർശയിഷ്യന്തി നൈരുതാഃ ന ബാഹ്വോ സദൃശോ വീര്യേ പൃഥിവ്യാമസ്തി കശ്ചന. നച സുപ്തം പ്രമത്തം വാ.
ഇനി രാമനോ ലക്ഷ്മണനോ ഉറങ്ങിക്കിടക്കുകയാണെന്ന് വിചാരിച്ചോളൂ. എന്നാലും അതുപോലെ പ്രമത്തം ഈ മന്ത്രത്തിനെ പറ്റി ഓർക്കാതെ ചിലപ്പോ എല്ലാ സമയത്തും അത് ഓർത്തോളണമെന്നില്ലല്ലോ. പ്രമത്തന്മാരായിട്ട് അവരവരുടെ തന്നിഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ ചിലപ്പോൾ അതൊക്കെ മറന്നുപോയി എങ്കിൽ പോലും നൈരൃതാഹ ന ദർശയിഷ്യന്തി. നൈരൃതന്മാരെന്ന് വെച്ചാൽ ഭടന്മാര്, കാലൻ പറഞ്ഞയക്കുന്നവരായിട്ടുള്ള യമഭടന്മാര് അല്ലെങ്കിൽ യമദൂതന്മാര്, യമദേവൻ നിങ്ങളെ ഒന്നും ചെയ്യുകയില്ല. ഉറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ശ്രദ്ധയില്ലാതെ മന്ത്രത്തിനെ പറ്റിയിട്ടോ ഒന്നിനെ പറ്റിയിട്ടോ ശ്രദ്ധയില്ലാതെ നടക്കുമ്പോഴൊന്നും ആരും നിങ്ങളെ ആക്രമിക്കുകയില്ല. നിങ്ങള് അതിനു മുമ്പേ തന്നെ ഓൾറെഡി ഈ മന്ത്രദീക്ഷ സ്വീകരിച്ചാൽ പിന്നെ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ സാധ്യമല്ല. യമദേവന് വരെ തോൽപ്പിക്കാൻ സാധ്യമല്ല എന്നർത്ഥം. മാത്രല്ല ന ബാഹ്വോ സദൃശോ വീര്യേ പൃഥിവ്യാമസ്തി കശ്ചന. കയ്യൂക്ക് കൊണ്ട് വേറൊരാൾക്കും നിങ്ങളെ രണ്ടുപേരെയും തോൽപ്പിക്കാനും സാധ്യമല്ല. ന ബാഹ്വോ സദൃശോ വീര്യേ, കൈകളുടെ വീര്യത്തിൽ സദൃശനായിട്ട് ഒരു കുമാരൻ, ഒരു രാജകുമാരൻ പോലും, ഒരു രാജാവ് പോലും പൃഥിവിയിൽ, ഭൂമിയിൽ ഉണ്ടാവുകയില്ല. പൃഥിവ്യാ കശ്ചന ന ഭവിഷ്യതി അല്ലെങ്കിൽ ന അസ്തി. ഒരാള് പോലും നിങ്ങളെ തോൽപ്പിക്കാൻ തക്കവണ്ണം ഉണ്ടാവുകയില്ല. 15ാമത്തെ ശ്ലോകം നോക്കാം. ത്രിഷു ലോകേഷു വാ രാമ ന ഭവേത് സദൃശസ്തവ ബലാമതിബലാം ചൈവ പഠതസ്താത രാഘവ. 16 കൂടി നോക്കാം. ന സൗഭാഗ്യേ ന ദാക്ഷിണ്യേ ന ജ്ഞാനേ ബുദ്ധി നിശ്ചയേ നോത്തരേ പ്രതിവക്തവ്യേ സമോ ലോകേ തവാനഘ. ഈ മന്ത്രസ്വീകാരം നടത്തിയാൽ പിന്നെ ത്രിഷു ലോകേഷു, 3 ലോകങ്ങളിലും രാമ അങ്ങയ്ക്ക് സദൃശനായിട്ട് ആരും ഉണ്ടാവുകയില്ല. ന ഭവേത് സദൃശഃ തവ സദൃശഃ ന ഭവേത്. അങ്ങയ്ക്ക് സദൃശനായിട്ട് 3 ലോകങ്ങളിലും ആരും ഉണ്ടാവില്ല. എപ്പോൾ ബലാം അതിബലാം പഠതഃ, അല്ലയോ രാഘവ, ബലയും അതിബലയും പഠിക്കുന്ന ആ ഒരവസ്ഥ പഠിച്ചു തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് സദൃശന്മാരായിട്ട് ആരും ഭൂമിയില് ഉണ്ടാവുകയില്ല. അതായത് വിദ്യയുടെ കാര്യത്തിൽ മാത്രമല്ല, സൗഭാഗ്യേ, നല്ല രൂപ സമ്പുഷ്ടി, നല്ല ഭംഗിയായിട്ടുള്ള ശരീരം, ഉത്തമമായിട്ടുള്ള ഒരു ശരീരം വേണമല്ലോ രാജാക്കന്മാർക്ക്. നല്ല ശ്രേഷ്ഠമായിട്ടുള്ള ആരോഗ്യമുള്ളതായിട്ടുള്ള ഒരു ശരീരം, ജനങ്ങളെ പരിപാലിക്കുന്നതിന് ബുദ്ധിയും ശരീരവും ഒക്കെ ആരോഗ്യമുള്ളതാവണം. അതുപോലൊരു ശരീരം, അതുപോലെ മറ്റു ജനങ്ങളെ ദയവോടും സ്നേഹത്തോടും കൂടി പരിഗണിക്കാൻ പറ്റുക, ദാക്ഷിണ്യം മനസ്സിലുണ്ടാവുക. ജ്ഞാനത്തിന്റെ കാര്യത്തില് ബുദ്ധി നിശ്ചയം, ഓരോ കാര്യങ്ങളിലും തീരുമാനമെടുക്കാനും ബുദ്ധി വേണ്ടത്ര ഉണ്ടാവാനും ഒക്കെ ഉള്ളതായ കഴിവുകളൊക്കെ ഈ മന്ത്രം പഠിക്കുന്നതോട് കൂടിയിട്ട് സ്വായത്തമാക്കാൻ സാധിക്കും. അതുപോലെ വേണ്ട സമയത്ത് ഉത്തരം പറയുക. നോത്തരേ പ്രതിവക്തവ്യേ, ഉത്തരം മറുപടി പറയാൻ നിൽക്കുമ്പോൾ ഓർമ്മ വരായക, വേണ്ടത് വേണ്ട സ്ഥലത്ത് പറയാൻ പറ്റായക, അതൊക്കെ ഒരു ദോഷമാണ്. എന്നാൽ ബലയും അതിബലയും പഠിച്ചാൽ ഇതൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ ലോകത്ത് നിങ്ങൾക്ക് സമന്മാരായിട്ട് ആരും ഉണ്ടാവില്ല. ഇതൊക്കെ ശ്രീരാമനോട് മാത്രം പറയണ രീതിയിലാണ് പറയണതെങ്കിലും ശ്രീരാമനെയും ലക്ഷ്മണനെയും നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്. ബാക്കി ഈ മന്ത്രത്തിന്റെ ഗുണഗണങ്ങളും കഴിവും പ്രാപ്തിയും ഒക്കെ അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. തദാ കുശികപുത്രം തു ധനുഷ്പാണി സ്വലംകൃതൗ ബദ്ധഗോധാങ്കുലിത്രാണൗ ഖഡ്ഗവന്തൗ മഹാദ്യുതി കുമാരൗ ചാരുവപുഷൗ ഭ്രാതരൗ രാമലക്ഷ്മണൗ അനുയാതൗ ശ്രിയാദീപ്തൗ ശോഭയേതാമനിന്ദിതൗ സ്ഥാണും ദേവമിവാ ചിന്യം കുമാരാവിവ പാവകി അധ്യർദ്ധയോജനം ഗത്വാ സരൈവാ ദക്ഷിണേ തടേ രാമേതി മധുരാം വാണീം വിശ്വാമിത്രോഭ്യഭാഷത ഗൃഹാണവത്സസലിലം മാ ഭൂത്കാലസ്യ പര്യയ മന്ത്രഗ്രാമം ഗൃഹാണത്വം ബലാമതിബലാം തഥാ ന ശ്രമോ ന ജ്വരോ വാതേ ന രൂപസ്യ വിപര്യയ ന ച സുപ്തം പ്രമത്തം വാ ദർശയിഷ്യന്തി നൈരുതാ ന ബാഹ്വോ സദൃശോ വീര്യെ പൃഥിവ്യാമസ്തി കശ്ചന ത്രിഷു ലോകേഷു വാ രാമ ന ഭവേത് സദൃശസ്തവ ബലാമതിബലാം ചൈവ പഠതസ്താത രാഘവ.
ന സൗഭാഗ്യേ ന ദാക്ഷിണ്യേ ന ജ്ഞാനേ ബുദ്ധിനിശ്ചയേ നോത്തരേ പ്രതിവക്തവ്യേ സമോ ലോകേ തവാനഘ. അങ്ങനെ വളരെ ശക്തമായിട്ടുള്ളൊരു മന്ത്രഗ്രാമം, മന്ത്രസമൂഹമാണ് ബലയും അതിബലയും. അതിന്റെ ബാക്കി ഗുണഗണങ്ങളൊക്കെ അടുത്ത ദിവസം വർണ്ണിക്കും. ഇന്നത്തെ ശ്ലോകങ്ങള് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.